ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഹിമേജി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹിമേജി ഈസ് ഒരു 2.5 hours ഡ്രൈവ് ഫ്രം ആർ പ്ലേസ്. ഇറ്റ്സ് ഇൻ ഹ്യോഗോ പ്രിഫെക്ചർ. സോ ഹിമേജി കാസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹിമേജി കാസിൽ ഇസ് വൺ ഓഫ് ദി വേൾഡ് ഹെറിറ്റേജ് സെൻറ്റേഴ്സ് ഇൻ Japan, and it is one of the biggest castles in the world. അപ്പോൾ ഹിമേജി കാസിലെ ചെറി ബ്ലോസം or sakura as we call in Japanese, അത് കാണാൻ നമ്മൾ വന്നേക്കാണ്. സാക്കുറ ആയിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, വെരി സണ്ണി. അപ്പോൾ ജപ്പാനിൽ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു ദിവസം റെയിൻ ആണെങ്കിൽ ഒരു ദിവസം നല്ല തണുപ്പ് അല്ലെങ്കിൽ ചൂടായ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇപ്പോൾ പെർഫെക്റ്റ് ക്ലൈമറ്റാണ് സ്പ്രിങ്ങിൽ. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. ആൻഡ് ഇവിടെ എല്ലാവരും ഡോഗ്സിനെ വാക്ക് ചെയ്യാൻ കൊണ്ടുവരും. പിന്നെ പിക്നിക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ വരും. അപ്പോൾ ഞാൻ ആലോചിക്കും, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പിക്നിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് ഉണ്ടെങ്കിൽ ശരിക്കും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് അവർ ഫുഡൊക്കെ കഴിക്കുകയാണ് അവരുടെ ഫാമിലീസിൻ്റെ കൂടെ. അപ്പോൾ അത് ഭയങ്കര, നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തന്നെ സംഭവമാണ്. ഞാനും മേഘയും പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബോസ്, ഇത് ഐവൻ ആൻഡ് ഇത് ശ്രീലക്ഷ്മി. സോ നമ്മളെല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഹിമേജി കാസിലെ സാക്കുറ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ കാസിൽ കാണിച്ചു തരാം. എപ്പോഴും പറയും, എന്താ സാക്കുറ എത്ര കണ്ടാലും മതിയാവില്ല. എല്ലാ കൊല്ലം കാണുമ്പോഴും നമുക്ക് എന്താ പറയുക, ആ ഒരു പുതിയ ഫീലിംഗ് എപ്പോഴും വരും. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സീസൺ. ഞാൻ എപ്പോഴും വിചാരിക്കും എല്ലാ നേരവും ഇത് ഉണ്ടായിരുന്നെങ്കിൽ. ബിക്കോസ് സമ്മറൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് കാണുകയാണെങ്കിൽ ഫുൾ സാക്കുറയാണ്, സ്കൈ ഫുൾ സാക്കുറ. ഇതും ഒരു വ്യൂ പോയിന്റ് ആണ്. ഈ ചെറി ബ്ലോസത്തിൻ്റെ നടുവിൽ നമുക്ക് ഇവിടെ നിന്ന് കാസിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു റിവറും ഒരു റെഡ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇവിടെ ഇങ്ങനെ ബോട്ട് റൈഡ് ഉണ്ട്. സോ ഇതും ഭയങ്കര രസമാണ്. എല്ലാവരും ഒരു ബെസ്റ്റ് പിക്ചർ കിട്ടാൻ വേണ്ടി വിത്ത് കാസിൽ ആൻഡ് സാക്കുറ ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഫോൺ ആൻഡ് ക്യാമറാസ് വെച്ചിട്ട്. നമ്മളും ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. പുള്ളിക്കാരി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ കയറുമ്പം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പൈസ ഇടും. പൈസ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ ബോ ചെയ്യണം. എന്നിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ ക്ലാപ്പ് ചെയ്യണം. എന്നിട്ട് പ്രേ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 1 പ്രാവശ്യം കൂടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രെയർ തീർന്നു. ജപ്പാനിൽ ഓരോ പ്രിഫെക്ചേഴ്സിൽ ഇങ്ങനെ കാസിൽസ് ഉണ്ടാവും, ഇതുപോലത്തെ കുറേ ടെമ്പിൾസ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ പലർക്കും ഈ കാസിൽസ്, ടെമ്പിൾസ് ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്താണെന്ന് കറക്റ്റ് അറിയില്ല. നമുക്കും 100% അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജാപ്പനീസ് ഞങ്ങളുടെ ബോസിനോട് നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, കബസത്തെ ഇതെസ്ക ഒഷിറോത്തോ ജിൻജാനോ ചിഗാവാനാന്തെസ്ക? ജിൻജはみんなの健康を感謝するとか、みんなって感謝するとか。で、お城は国を治める領主、当主が管理するところ。അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ജിൻജ അല്ലെങ്കിൽ ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ നമ്മൾ സമർപ്പിക്കാൻ പോലെ വരുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ അമ്പലം, പള്ളി അതിനൊക്കെ സിമിലർ ആയിട്ടുള്ളൊരു ഇതാണ് ഇവിടുത്തെ ടെമ്പിൾസ് അല്ലെങ്കിൽ ജിൻജ എന്ന് പറയുന്നത്. പിന്നെ ഒഷിറോ അല്ലെങ്കിൽ കാസിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം. നമ്മുടെ നാട്ടിലെ തന്നെ ഇപ്പോൾ നമ്മുടെ കിങ്സ് ഒക്കെ താമസിക്കുന്ന ഒരു കാസിലൊക്കെ പോലെ ഉണ്ടായിരുന്നല്ലോ പണ്ട്.
പണ്ടത്തെ കാലത്ത് കൊട്ടാരമൊക്കെ പോലെ. അതുപോലത്തെ ഒരു സ്ഥലമാണ് ഇവിടുത്തെ കാസിൽ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഈ ഒരു സ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ ഒരു മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന ആ സ്ഥലമാണ് കാസിൽ. അടുത്തൊരു ഫോർച്യൂണാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫോർച്യൂൺസ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോർച്യൂൺസ് 2 ടൈപ്പുള്ള ഗുഡ് ഫോർച്യൂണും ബാഡ് ഫോർച്യൂൺ. അപ്പോൾ എഴുതിയിരിക്കുന്ന സാധനം ഗുഡ് ഫോർച്യൂൺ ആണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാം, നമുക്ക് അതൊരു നല്ലൊരു സംഭവമായതുകൊണ്ട്. നമുക്ക് കിട്ടിക്കുന്നത് ബാഡ് ഫോർച്യൂൺ ആണെങ്കിൽ അവരതിവിടെ ഇങ്ങനെ കെട്ടിവെക്കും. സോ ദാറ്റ് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിമ്പൽ പോലെ അവർ കെട്ടിവെക്കും. അപ്പോൾ ഇതൊക്കെ ബാഡ് ഫോർച്യൂൺസ് കെട്ടിവെച്ചേക്കുന്ന ഒരു വോളാണ് ഈ ഉമ്മിക്കുച്ചിയുടെ ഇതെന്ന് പറയുന്നത്. ഹിമേജി ഈസ് വൺ ഓഫ് ദ ടൗൺ ഹിയർ ആൻഡ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് കാണാൻ വരും. അപ്പോൾ നിങ്ങളൊരു എക്സ്റ്റെൻസീവ് ലോങ് ജാപ്പനീസ് ട്രിപ്പിനാണ് വരുന്നതെങ്കിൽ ഹിമേജിയിൽ എന്തായാലും വരണം, ബിക്കോസ് ഇറ്റ്സ് വേൾഡ് ഹെറിറ്റേജ് ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും മാൻഹോൾ കാണും, പക്ഷെ ജപ്പാനിൽ മാൻഹോൾ കാണുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടുത്തെ കാസിലിൻ്റെ ഡിസൈനാണ് ഇവിടുത്തെ മാൻഹോളിൻ്റെ ഡിസൈൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇവിടെ വരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എൻട്രൻസ് എപ്പോഴും ഒരു സൈഡിൽ കൂടെയും എക്സിറ്റ് വേറെ സൈഡിൽ കൂടെയാണ്. ആൻഡ് ഇവിടുത്തെ ആൾക്കാർ അത് കറക്റ്റായിട്ട് പാലിക്കുകയും ചെയ്യും. അവർ ലൈക്ക് എന്താ പറയുക, ഒരു സ്ഥലത്ത് നമുക്ക് വേറെ ചെയ്യണ കാണാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണുണ്ടെങ്കിൽ അത് ഫോറിനേഴ്സ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഹിമേജി കാസിൽ ആൻഡ് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പം നമ്മൾ നേരത്തെ നോക്കിയ സ്ഥലത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാവരും സാക്കുറ മരങ്ങളുടെ താഴെ പിക്നിക് ചെയ്ത് കാസിൽ കണ്ട് ദേ ആർ സ്പെൻഡിങ് ടൈം വിത്ത് ദെയർ ഫാമിലി. അപ്പോൾ ഭയങ്കര അടിപൊളിയാണ് ഇവിടെ. ആൻഡ് നല്ല ചൂടുമുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ വെയിലത്ത് നടക്കണോണ്ട് ഇത്തിരി ചൂടുമുണ്ട്. ആൻഡ് ഈ ഹിമേജി കാസിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇൻടാക്ട് ആൻഡ് സ്ട്രോങ് കാസിൽ ജപ്പാനിലുള്ളത്. ബിക്കോസ് ഇത് കുറേ നാൾ മുന്നേ പണിതതായതുകൊണ്ട് കുറേ കാസിൽ പല പ്രിഫെക്ചേഴ്സിലെയും കുറച്ച് എന്താ പറയുക നശിച്ചു തുടങ്ങി. പക്ഷേ ഇത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കാസിലാണ്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഇൻ ദ സ്പ്രിംഗ് സീസൺ.攻撃相手から攻められないように、攻撃されないで、あそこの穴がポコポコ開いてるところの向こうからഅപ്പോൾ കവച്ചൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത്ര ഹൈറ്റിൽ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ ജപ്പാനിൽ എവിടെ നമ്മൾ കാസിൽ പോയി കഴിഞ്ഞാലും ഭയങ്കര ഹൈറ്റിലാണ് എന്താ പറയുക ശരിക്കുമുള്ള സ്ട്രക്ചർ തുടങ്ങുക. അപ്പോൾ ദ റീസൺ ഇസ് എന്താ പറയുക, അത് കയറാൻ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നിങ്ങൾ എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, അവിടെ ഒരു ചെറിയ ചെറിയ ഓട്ടകളുണ്ട്, ഹോൾസ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് അവർ വെടിവെക്കുക. അപ്പോൾ പഴയ കാലത്ത് ഇങ്ങനെയാണ് രാജ്യത്തെ കൊട്ടാരം ഉണ്ടായിരുന്നത്. പല ടൈപ്പ് സാക്കുറ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് തൂങ്ങി കിടക്കുന്ന രീതിയിലുള്ളതാണ്, കുറച്ചും കൂടി പിങ്കിഷ് ആണ്. അപ്പോൾ പല ടൈപ്പ് സാക്കുറ നമുക്കിവിടെ ഉണ്ട്. മെയിൻലി ഈ ഒരു കളറാണ് കാണുക. കുഞ്ഞി തടാകം പോലത്തെ സ്ഥലമുണ്ട്. ആൻഡ് ഇവിടെ കുറേ കോയി ഫിഷസ് ഉണ്ട്.
നല്ല വലിയ മീനാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ കയ്യിലില്ല. അത് നല്ല രസമുണ്ട് കാണാൻ. കുറേ കൂടി ഫിഷസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു ഓറഞ്ച് കളർ കോഴിക്കാർപ്പും കൂടി കാണാം. അയ്യോ അത് അടിയിലേക്ക് പോയി. ഇവിടുന്ന് ഫുൾ വരുന്നുണ്ടോ? കൊറേ ഉണ്ടല്ലോ. കൊറേ നോക്കി. ഭയങ്കര വലുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.